ഇന്നത്തെ നമ്മുടെ റെസിപ്പി മസാല റൈസാണ്. മസാല റൈസ് എന്ന് ഞാനാണ് ഇതിന് പേരിട്ട്. കാരണം ഇതിൽ മസാല മാത്രമേ ഉള്ളൂ, വേറെ ചിക്കനോ മുട്ടയോ ഒന്നും ചേർക്കണില്ല. നമുക്ക് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് ഇപ്പോൾ കാണിച്ചിട്ടുള്ള പച്ചക്കറികളില്ലേ, അതായത് സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ തന്നെ വേണ്ടു. അപ്പോൾ ആദ്യം നമുക്ക് വഴറ്റിയിട്ടുള്ള പട്ട, ഗ്രാമ്പൂലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സബോള, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇത് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വേറെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സബോള, തക്കാളിയൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി. ഈ 4 പൊടിയാണുള്ളത്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. മഞ്ഞൾ, മുളക്, കുരുമുളക്, മസാലപ്പൊടി. ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ്. നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പു ഇതൊക്കെ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് അത് നമ്മളൊന്ന് ചൂടാക്കി പൊടിച്ചതാണ് കേട്ടോ. ഇതൊക്കെ പൊടിയുടെ മണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഞാൻ 2 കപ്പ് നമ്മുടെ ജീരകശാല അരിയില്ലേ, അത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞ് ഈ വഴറ്റിയിട്ടുള്ള മസാലയ്ക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതിലത്തെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ അരി കൊട്ടിപ്പിടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് അരിയൊക്കെ ഇങ്ങനെ പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുള്ള വെള്ളം ചേർക്കുകയാണ് നല്ലത്. അല്ല പച്ചവെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ്. നമ്മൾ 1.5 ഇരട്ടി വെള്ളം ചേർക്കാറില്ലേ, അതുപോലെ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞതും പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു 2 സ്പൂണ് ഡാൽഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കുറച്ച് തൈരും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ നന്നായി ഇളക്കിയില്ലേ, ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതൊരു വിസിൽ വരാൻ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറക്റ്റ് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. എന്നിട്ട് ക്ലോക്കിൽ ഒരു 20 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. കണ്ട, നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലൊരു തരി വെള്ളം പോലും ഉണ്ടാവില്ല. ഇത് ഊറ്റൊന്നും വേണ്ട. എല്ലാ റൈസും നല്ല പോലെ വിട്ട് കിടക്കുന്നുണ്ടാവും. ഇതിലേക്ക് എക്സ്ട്രാ നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഐറ്റംസാണ് സബോള, തക്കാളിയൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട. ഇത് തന്നെ കഴിക്കാൻ, ഒറ്റയ്ക്ക് കഴിക്കാൻ നല്ല രസമാണ്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സാലഡ് ഉണ്ടാക്കില്ലേ, തൈരും സബോളയും വെച്ചിട്ടുള്ള സാലഡ് ഇതിൻ്റെ ഒപ്പം സെർവ് ചെയ്യാം. ഒരു പപ്പടം കൂടിയാണെങ്കിൽ അടിപൊളിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കില്ലേ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.